ജസ്റ്റ് 2.5 കിലോമീറ്റർ മാറിയാണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കോലമേടാണ് ഈ സ്ഥലം വരുന്നത്. പാറയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ രണ്ടാമത്തെ സമയമാണ് ഈ പാറയെ വരുന്നത്. പക്ഷേ എനിക്ക് ആദ്യ സമയത്ത് എനിക്ക് വീഡിയോ കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് പാറയുടെ മുകളിൽ കയറി അതിൻ്റെ വിശേഷം അവിടെ തന്നെ പോയി കാണാം. നമുക്കിവിടെ 20 രൂപ പാസ് ഉണ്ട്. വണ്ടിക്ക് 10, ആൾക്ക് 10. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കിണറുണ്ട്. കിണർ എന്തൊക്കെ പ്രത്യേകതയാണെന്ന് പറഞ്ഞ് നമുക്ക് കിണറിൻ്റെ വിഷ്വൽ കാണാം അവിടെ പോയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഹെൽമെറ്റ് ഇവിടെ കൊടുത്തിട്ട് വന്നു. ഹെൽമെറ്റ് ജസ്റ്റ് നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്, റിസ്ക് ആയതുകൊണ്ട് ഹെൽമെറ്റ് ഇവിടെ കൊടുത്തിട്ട് വന്നു. ഇപ്പോൾ ഇവിടെ കുഴപ്പമില്ല വെച്ചിരിക്കാമെന്ന് പറഞ്ഞ്, അപ്പോൾ അവിടെ കൊടുത്തിട്ടാണ് ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടാണ് പോണത്. ഇപ്പോൾ കയറി വരുമ്പോൾ ഇവിടെ മറ്റേ ബാത്റൂം ഫെസിലിറ്റി സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കണ്ട. ടോട്ടലായിട്ട് കാണണമെങ്കിൽ തങ്ങൾ പറയാൻ തന്നെ പറയണം, അതൊരു വേറെ ഫീലാണ്. കയറി കഴിഞ്ഞാൽ നമുക്ക് സാവകാശം തന്നെ പോകാൻ പറ്റും ഈ സ്ഥലമൊക്കെ. ഇവിടെ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. നല്ല ഷൂവോ ചെരുപ്പോ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ വേറെ കാലുകൊണ്ട് കയറിയാൽ കുഴപ്പമില്ല, തെന്നാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ സെക്കൻഡ് ടൈം വരുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഒരു അബദ്ധം പറ്റുന്നത് കഴിഞ്ഞാൽ പാറയുടെ പകുതി മാത്രമേ കയറിയുള്ളൂ. അതാണ് പാറയെന്ന് വിചാരിച്ച് തിരിച്ചിറങ്ങി വന്നു. പിന്നെയാണ് മനസ്സിലായത് ശരിക്കുമുള്ള പാറ ഇതിനപ്പുറത്താണെന്ന്. ടഫല്ല വഴി. ഒരുപാട് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. കാര്യം ഇപ്പം ജീപ്പ് കയറി പോകാൻ വേണ്ടി ഒരു പ്രത്യേകം വഴിയൊക്കെ വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അന്നൊക്കെ ഇതിലേക്ക് മൊത്തം കല്ലും കറക്റ്റൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. എന്തായാലും 20 രൂപയ്ക്ക് വർത്താണ് കേട്ടോ. നമ്മൾ 20 രൂപ കൊടുത്ത് നമുക്ക് അത്യാവശ്യം നമ്മൾ ഈ ഒരു സ്ഥലത്ത് പറഞ്ഞ ഒരു നഷ്ടവുമില്ല. പക്ഷെ കയറുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. എനിക്ക് മുമ്പ് വന്ന് കുറച്ച് പേരാണ് ഒരു കാറി വന്നത്. അവർക്കങ്ങനെ മുകളിലെത്തി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാർക്ക് ചെയ്ത് കൂടെ മാത്രമേ പോവാവൂ. അത് കാറ്റ് വന്നാലും വലിയ പ്രശ്നമില്ലാത്ത വഴിയാണ്. പക്ഷെ നമ്മൾ താഴെ പോവും. പക്ഷെ നമ്മള് താഴെ നിൽക്കുമ്പോഴല്ല കേട്ടോ, നല്ല കാറ്റുണ്ട്. തിരിച്ചെങ്ങനെ ഇറങ്ങുന്നൊരു വഴിയില്ല കേട്ടാ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കൈ വരുന്ന മറ്റു സംഭവമുള്ളത് സെൽഫി സ്റ്റിക്ക് പോലും കൈ നിൽക്കുന്നില്ല, അങ്ങനെ പറന്നു പോകുന്നുണ്ട്. എൻ്റെ മോനെ, നമുക്ക് താഴോട്ടൊക്കെ നല്ല കോട ഇറങ്ങിയ ഫീലാണ് കേട്ടോ. ഇപ്പോൾ ഈ കോട പോകുന്ന വെയിൽ വരാതൊക്കെ ഇപ്പോൾ കോട പോകുന്ന ഫീലാണ്. നമുക്ക് വെയിലിന് മുമ്പ് തിരിച്ച് താഴെ ഇറങ്ങണം, ഇല്ലെങ്കിൽ അതാണ് നമ്മുടെ വിജയം. കണ്ട അവർ പ്രത്യേക മാർക്കുണ്ട്. ആൾക്കാരൊക്കെ
ഈ തീർത്ഥാടകരാണെന്ന് തോന്നുന്നു, ഒരു കഷ്ടപ്പെട്ട് വലിഞ്ഞു കയറുകയാണ്. അപ്പോൾ നമുക്ക് തിരിച്ചിറങ്ങാം. ഇനിയിപ്പോൾ കൂടുതൽ നമുക്ക് വിശേഷങ്ങൾ കാണിക്കാം. നമുക്ക് ഇനി വേറെ കുറേ സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുക. ടൈമും ഇല്ല. നമ്മുടെ ടൈമാണെങ്കിൽ 8:30 ആയി. ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. നല്ല കാറ്റടിക്കുന്നുണ്ട്, ഫോണ് വരെ പറന്നു പോകുന്ന കാറ്റാണ് കേട്ടോ.